ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് സജിത്ത് എന്നാണ്. ഇതെൻ്റെ മകളുടെ ഒരു യൂട്യൂബ് ചാനലാണ്. അപ്പോൾ ഇന്ന് ഈ ചാനലിൽ ഞാൻ വരാൻ കാരണം, ഞാനൊരു കൺസ്ട്രക്ഷൻ ഫീൽഡിൽ ചെറിയ രീതിയിലൊക്കെ ആർട്ട് വർക്ക് ചെയ്യുന്ന ചെറിയൊരു കലാകാരനാണ്. അപ്പോൾ എൻ്റെ ചെറിയൊരു ആർട്ട് വർക്ക് നിങ്ങളെ കാണിക്കാനായിട്ടാണ് ഇന്ന് ഈ വീഡിയോ ആയിട്ട് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ വേറൊന്നുമല്ല, നമ്മുടെ ട്രിവാൻഡ്രത്ത് തന്നെ പുതിയൊരു വീടിൻ്റെ ഫ്രണ്ടിലായിട്ടൊരു കിണറുണ്ടായിരുന്നു. അപ്പോൾ ആ കിണറിൽ ഒരു ആർട്ട് വർക്കും ആ വീടിൻ്റെ സൈഡിലായിട്ട് ചെറിയ ഗാർഡനും സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങളെ ഒന്ന് കാണിക്കാനായിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ ഈ വീഡിയോ മറ്റുള്ളവരിലോട്ടൊന്ന് എത്തിക്കുകയും കൂടെ ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ ഒരു ബുദ്ധനെയാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ആദ്യമായിട്ട് ആ വീട് പണി നോക്കാനായിട്ട് ചെന്നപ്പോൾ അവിടെ ആദ്യം ഒരു കിണറിൻ്റെ വർക്ക് നോക്കാനായിട്ടാണ് ഞാൻ ആദ്യം പോയത്. അപ്പോൾ കിണറിൻ്റെ വർക്ക് കണ്ടു. അവർക്ക് ഒരു വാർപ്പിൻ്റെ മോഡലിൽ ചെയ്യണമെന്ന് പറഞ്ഞ് അങ്ങനെ വാർപ്പ് മോഡൽ ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് അവരുടെ വീട്ടിൻ്റെ സൈഡിലായിട്ട് അവർക്കൊരു ഗാർഡൻ ചെയ്താൽ കൊള്ളാം എന്നുണ്ട്. പക്ഷേ അതിനുള്ള സ്പേസ് അവിടെ ഇല്ല. ചെറിയൊരു സ്പേസ് മാത്രമേ ഉള്ളൂ. പക്ഷേ എന്നാലും അവർക്കൊരു ചെറിയൊരു ഗാർഡൻ ചെയ്താൽ കൊള്ളാം എന്നൊരു ആഗ്രഹം പറഞ്ഞപ്പോൾ നമുക്കെന്താ ചെയ്യാം എന്ന് അവരോട് പറയുകയും ഒരു ചെറിയ രീതിയിൽ ഉള്ള സ്ഥലത്ത് ചെറിയൊരു ഗാർഡൻ സെറ്റ് ചെയ്ത് കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ആ ഗാർഡനിൽ വയ്ക്കാനായിട്ട് ആണ് ഈ ബുദ്ധനെ ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ബുദ്ധൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബുദ്ധൻ്റെ അവർക്കൊരു വെള്ളച്ചാട്ടം കൂടി വേണമെന്നുള്ള ഒരു ഐഡിയ പറഞ്ഞപ്പോൾ ഇപ്പോൾ വെള്ളച്ചാട്ടവും ബുദ്ധനും എല്ലാം കൂടെ വയ്ക്കാനുള്ളൊരു സ്പേസ് ഇല്ലാത്തതുകൊണ്ടും ബുദ്ധനിൽ തന്നെ ഒരു വെള്ളച്ചാട്ടം ചെയ്ത് അവിടെ വയ്ക്കാമെന്ന് കരുതി അങ്ങനെയാണ് ഈ വർക്ക് സ്റ്റാർട്ട് ചെയ്തത്. ഒരു ബുദ്ധനാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ബുദ്ധൻ്റെ കയ്യിലിരിക്കുന്ന പാത്രത്തിൽ കൂടെ വെള്ളം വീഴുന്ന രീതിയിലാണ് ചെയ്യാൻ പ്ലാൻ ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കവിടെ ചെയ്യാനായിട്ട് ഒരു 80 സ്ക്വയർ ഫീറ്റിനകത്തൊക്കെ വരത്തുള്ളൂ. അപ്പോൾ അതിനകത്ത് ചെറിയൊരു ഗാർഡൻ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ അത് വളരെ മനോഹരമായിട്ടുള്ള രീതിയിൽ തന്നെ ചെയ്തു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ നമ്മളൊരു ബുദ്ധനെ ചെയ്തു. ആ ബുദ്ധൻ ഒരു താമരയുടെ മുകളിലിരിക്കുന്ന ഒരു ബുദ്ധനാണ്. ആ മണ്ടയിലിരിക്കുന്ന ബുദ്ധനിലൂടെ ഒരു വെള്ളച്ചാട്ടം ആണ് ഉദ്ദേശിച്ചത്. ആ രീതിയിൽ ആണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ആ കിണർ. മുറിച്ച് നിർത്തിയിരിക്കുന്ന ഒരു മരത്തിൻ്റെ മുകളിൽ ഒരു വാർപ്പെടുത്ത് വച്ചിരിക്കുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അതെല്ലാവർക്കും വളരെ മനോഹരമായിട്ട് തന്നെ ഇഷ്ടപ്പെടുകയുണ്ടായി. അഭിപ്രായങ്ങളൊക്കെ വളരെ നല്ല അഭിപ്രായങ്ങളായിരുന്നു. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയണം. അപ്പോൾ ഇതാണ് നമ്മുടെ വർക്ക്. ബുദ്ധൻ്റെ കയ്യിലിരിക്കുന്ന ചെറിയ പാത്രത്തിൽ കൂടി വെള്ളം വരുന്ന രീതിയിലാണ് നമ്മളിപ്പോൾ ഇത് ചെയ്തിട്ടുള്ളത്. ഇതാണ് നമ്മുടെ 80 സ്ക്വയർ ഫീറ്റിനകത്ത് 80-100-നകത്തൊക്കെ വരത്തുള്ളൂ. ചെറിയ രീതിയിൽ വലിയ പൈസ മുടക്കില്ലാത്ത രീതിയിലും ചെറിയൊരു ഗാർഡൻ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം. അതോടൊപ്പം തന്നെ ഇനിയും വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് വീഡിയോസ് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. ഗുഡ് ബൈ.